പറഞ്ഞ മുസ്ലിം ലീഗിനെതിരെ ഈ അടുത്ത കാലം വരെ അതിരൂക്ഷമായി വിമർശനം നടത്തി മുസ്ലിം ലീഗ് എല്ലാവിധ ഭാഗത്തു നിന്നും മാറ്റി നിർത്തിയ ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അത് മുസ്ലിം ലീഗ് മാത്രമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ സംവിധാനം സമസ്ത, ആ സമസ്തയുടെ സംഘടനാ സംവിധാനത്തിൽ പോലും വിള്ളലുണ്ടാക്കാനും പിളർപ്പുണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അവരൊഴിച്ച് മറ്റൊരു പ്രസ്ഥാനത്തെയും അവർ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നുള്ള അവരുടെ നയം. മുസ്ലിം ലീഗിൻ്റെ മഹാന്മാരായ നേതാക്കന്മാരുണ്ടാക്കിയ മുസ്ലിം ലീഗ് സംവിധാനത്തിൻ്റെ നേതാക്കളെ രൂക്ഷമായ വിധത്തിൽ ഈ അടുത്ത കാലം വരെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ രൂക്ഷമായ വിധത്തിൽ വിമർശിച്ച പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അത് മറക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയമായ അതിൻ്റെ നേട്ടമൊക്കെ ഇവിടെ മറ്റു സമുദായങ്ങൾക്കിടയിൽ കൺസോൾട്ടേഷൻ ഉണ്ടാകാൻ ഇത് നിമിത്തമാകും. മതഭീകരവാദം അല്ലെങ്കിൽ മതരാഷ്ട്രമാകണം എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം. അതിലൊരു മാറ്റം വരുത്തിയതായിട്ട് നമുക്കാർക്കും അറിയില്ല. അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി പ്രസ്താവന നടത്തണം, ഞങ്ങളുടെ മതരാഷ്ട്രവാദം എന്ന ഞങ്ങളുടെ പ്രഖ്യാപിത നയത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ മാറിയിരിക്കുന്നു, അത് ഞങ്ങൾ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകശാലകളിൽ നിന്നുകൊണ്ട് മൗലാന മൗദൂദിയുടെ പുസ്തകങ്ങൾ മാറ്റാൻ, പരസ്യമായി അത് പ്രഖ്യാപിക്കാനും ജമാഅത്തെ ഇസ്ലാമി തയ്യാറാകാത്ത കാലത്തോളം ആരവരെ കൂട്ടിപ്പിടിച്ചാലും സുന്നി വിശ്വാസികളായ ആളുകൾ അവരോടൊപ്പം ഉണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് അവരുടെ അടിസ്ഥാനപരമായി ഞാൻ ഈ നേരത്തെ പറഞ്ഞ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് വിശ്വാസപരമായ പ്രശ്നം, രണ്ട് അവരുടെ രാഷ്ട്രീയ നിലപാട്. ആ രാഷ്ട്രീയ നിലപാട് ഇന്ത്യൻ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് ദോഷമേ വരുത്തി വെക്കുള്ളൂ.